إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ സൽപ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 നാം പ്രവേശിക്കുമ്പോൾ മറ്റു സമയങ്ങളെക്കാളുമൊക്കെ ഏറെ പ്രതിഫലമുള്ള വലിയ പുണ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 ആയിക്കഴിഞ്ഞാൽ തൻ്റെ കുടുംബങ്ങളെ അടക്കം വിളിച്ചുണർത്തുകയും മുണ്ടക്കൊന്ന് മുറുക്കിയെടുക്കുക എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രവാചകൻ തയ്യാറായിരുന്നു എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസിയുടെ സ്വഭാവ ഗുണമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ.
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടിയും ആശയോടുകൂടിയും ആശങ്കയോടുകൂടിയും ഒക്കെ അവരവരുടെ വിരിപ്പുകളിൽ നിന്നും എഴുന്നേൽക്കുമെന്നാണ്. പ്രത്യേകിച്ച് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൂടുതൽ ആരാധനകളും ഇസ്തിഗ്ഫാറുകളും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. പല സഹാബികളുടെയും ഒക്കെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അവരൊക്കെ പകൽ സമയങ്ങളിൽ അധ്വാനിക്കുകയും അവരുടേതായ ജീവിതോപാധികൾക്ക് വേണ്ടി ഓടുകയും രാത്രിയിൽ അധിക സമയവും നമസ്കാരത്തിലും ആരാധനകളിലുമൊക്കെ ആയിരിക്കുമെന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാനു ഖലീലൻ മിനൽ ലൈലി യഹ്ജഹൂൻ, അവർ അല്പം മാത്രമേ രാത്രിയിൽ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനും സൂചിപ്പിക്കുന്നത് കാണാം. രാത്രി നമസ്കാരത്തെക്കുറിച്ച് അതിനൊരുപാട് പേരുകൾ നമുക്ക് കാണാൻ കഴിയും. രാത്രി നമസ്കാരത്തിന്റെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. രാത്രി നമസ്കാരം എന്ന് പറയുന്നത് റമദാനിൽ മാത്രമല്ല. പലപ്പോഴും നമ്മളൊക്കെ മനസ്സിലാക്കിയത് അത് റമദാനിൽ മാത്രമാണ് എന്ന ഒരു തെറ്റായ ധാരണ പലപ്പോഴും ആളുകൾക്കുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം അഥവാ വിശുദ്ധ റമദാനിൽ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ റമദാനിൽ അല്ലാത്ത സമയങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിച്ചതായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് രാത്രി നമസ്കാരം റമദാനിൽ മാത്രമല്ല, അത് റമദാനിലാകുമ്പോൾ അതിന്റെ പേര് ഖിയാമു റമദാൻ, റമദാനിലെ രാത്രി നമസ്കാരം എന്ന പേര് ലഭിക്കുന്നു. എന്നാൽ നമുക്കൊക്കെ ഇടയിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് തറാവീഹ് എന്ന പേര്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പേര് നമുക്ക് കാണാൻ സാധ്യമല്ല. അത് പിൽക്കാലത്തുണ്ടായതാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് അർത്ഥം. 2 റക്അത്ത് കഴിഞ്ഞ് അല്പം വിശ്രമിച്ച് നമസ്കരിക്കുന്നത് കൊണ്ട് തറാവീഹ് എന്ന ഒരു പേരും അതിനുണ്ട്. അതുപോലെ തന്നെ വിത്ർ എന്ന ഒരു പേരുമുണ്ട്. അഥവാ രാത്രി നമസ്കാരം ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ർ എന്ന ഒരു പേരും രാത്രി നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി അത് മാത്രമല്ല, രാത്രിയിൽ നാം ഉറക്കിൽ നിന്നും എഴുന്നേറ്റ് നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന് തഹജ്ജുദ് എന്ന പേര് പറയപ്പെടുന്നു. എല്ലാ നമസ്കാരങ്ങളും ഒരേ നമസ്കാരമാണ്, പക്ഷേ പല സന്ദർഭങ്ങളിലും പല സമയങ്ങളിലും ആകുമ്പോൾ അതിന്റെ പേരുകൾ മാറുന്നു എന്ന് മാത്രം. ഏതെല്ലാം പേരുകളിൽ നാം നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി ഇല്ലാ 11 റക്അ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താകട്ടെ 11 റക്അത്തിലധികം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ നാം ഇന്ന് കാണുന്നത് ഇമാമിന്റെ കൂടെ 8 റക്അത്ത് നമസ്കരിച്ചുകൊണ്ട് ആളുകൾ വിത്ർ വീട്ടിൽ പോയി നമസ്കരിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കണ്ടുവരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒരാൾ തറാവീഹ് നമസ്കാരം അതല്ലെങ്കിൽ രാത്രി നമസ്കാരം ഇമാമിന്റെ കൂടെ ജമാഅത്തായി മുഴുവൻ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്നാണ്. അപ്പൊ 8 റക്അത്ത് വിത്ർ നമസ്കരിച്ചുകൊണ്ട് ആളുകൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ രാത്രി മുഴുവൻ നമസ്കരിച്ച ആ പ്രതിഫലമാണ് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കും, രാത്രിയുടെ അന്ത്യയാമങ്ങളിലാണല്ലോ വലിയ പുണ്യമുള്ളത്, അപ്പൊ ആ സമയത്ത് നമസ്കരിച്ചുകൂടെ? നമുക്കറിയാം, നാം ആ സമയത്ത് അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ നാം ഒളു ചെയ്താൽ ഓരോ ഒളുവിനും 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. നമുക്ക് എപ്പോ നമ്മൾ ഒളു ചെയ്യുകയാണെങ്കിലും നമുക്ക് 2 റക്അത്ത് നമസ്കരിക്കാം, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നവും പ്രയാസവുമില്ല.
എന്നാൽ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രതീക്ഷിക്കുവാൻ പറഞ്ഞ ഒരു കാര്യമാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നിർണയത്തിന്റെ രാത്രി. വിശുദ്ധ ഖുർആൻ അവതരിച്ച ആ രാത്രി അത് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പഠിപ്പിച്ചതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. തീർച്ചയായും നാം ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അത് ലൈലത്തുൽ ഖദറിലാണ്, നിർണയത്തിന്റെ രാത്രിയിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്നാൽ എന്താണ് താങ്കൾക്കറിയുമോ? വിശുദ്ധ ഖുർആൻ പറയുന്നത് 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയാണത്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. 1000 മാസം എന്ന് പറഞ്ഞാൽ 83 വർഷം. ശരാശരി ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 60ഓ 70ഓ വർഷമാണ്. പക്ഷേ ലൈലത്തുൽ ഖദറിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധനകൾ, പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറുകൾ, അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം അവന്റെ ആയുസ്സിനേക്കാളും അപ്പുറമാണ്. 83 വർഷത്തെ പ്രതിഫലം അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുകയാണ്. അന്ന് ഒരാൾ നമസ്കരിച്ചാൽ, അന്ന് ഒരാൾ ആരാധനാ കർമ്മങ്ങൾ ചെയ്താൽ, അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ, റബ്ബിനോട് നാം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അല്ലാഹു പറയുന്നത് തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങുന്ന ഒരു രാത്രിയാണത്, പ്രഭാതം വരെ. അപ്പൊ ആ രാത്രിയെ നമുക്ക് ജീവിപ്പിക്കാൻ കഴിയണം. ആ രാത്രിയിൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8.3 വർഷമാണ് ഒരൊറ്റ മണിക്കൂർ എന്ന് പറയുന്നത്. ആ രാത്രിയിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 50 ദിവസമാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ 1 മിനിറ്റ് എന്ന് പറയുന്നത് 50 ദിവസത്തെ പ്രതിഫലം. 1 സെക്കൻഡ് എന്ന് പറയുന്നത് 20 മണിക്കൂർ. അപ്പൊ ഒരിക്കലും നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഈ വലിയ ഒരു അവസരത്തെ, നമുക്കറിയാം നമ്മളൊക്കെ ഓഫറിന്റെ പിന്നാലെ പോകുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്നെടുത്താൽ 1 ഫ്രീ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ കടയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള പ്രതിഫലം. അതൊരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മുൻഗാമികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആയുസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടാകും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ജീവിച്ച മഹാപ്രവാചകനാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആയുസ് വളരെ കുറവാണ്. പക്ഷേ ആയുസ് കുറഞ്ഞാലും മുൻഗാമികളായ ആളുകൾ ചെയ്ത അത്രയും പ്രതിഫലം വാരിക്കൂട്ടാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധ റമളാൻ കടന്നു വന്നാൽ, അല്ലേ, നമുക്കറിയാമല്ലോ 2 സ്വഹാബികൾ, ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി. ഒരു സഹാബിയാണെങ്കിൽ 2 ആളും ഒരേ സമയത്താണ് ഇസ്ലാം സ്വീകരിച്ചത്. ഒരാൾ വിശുദ്ധ റമളാനിൽ ജീവിക്കുവാൻ ഒരു വർഷം കൂടി അവസരം ലഭിച്ചു. ആദ്യം സ്വർഗത്തിൽ പോകുന്നത് വിശുദ്ധ റമളാനിൽ 1 കൊല്ലം കൂടി ജീവിച്ച ആ സ്വഹാബിയാണ്. കാരണം ഒരു റമളാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അത്രയും നന്മകൾ നമുക്ക് കൂടുതൽ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് മാത്രമല്ല ഒരുപാട് പ്രതിഫലം, ധാരാളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു വലിയ അമൂല്യമായ ഈ ഒരു സുവർണ അവസരത്തെ നമ്മൾ ഒരിക്കലും തട്ടിക്കളയരുത്. നാമും നമ്മുടെ കുടുംബത്തോടൊപ്പം പള്ളിയിൽ വന്ന് ഇരുന്ന് അള്ളാഹുവിന് ഓർത്ത് കരഞ്ഞ് നാം ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഖൈറ്, ഏറ്റവും വലിയ നന്മ എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അന്ന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടും. നമുക്കറിയാം വിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്.
ആ ഒരു അവതരണം ഉള്ളത് കൊണ്ടാണ് വിശുദ്ധ റമളാനിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. ആ വിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണത്. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറയുന്നത് ഏറ്റവും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാൻ ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനായ പ്രവാചകനിലേക്കാണ് ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്. അതിന്റെ അവതരണം തന്നെ മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഇനി അത് മാത്രമാണോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നത് എവിടെയാണ്? മക്കയിലാണ്, ഹിറാ ഗുഹയിലാണ്, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള നാട്. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ പവിത്രമാക്കിയ പരിശുദ്ധ റമളാനിലാണ് ആ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അതുമാത്രമല്ല, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ആ ഒരു രാത്രിയിലാണ്, ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. വിശുദ്ധ ഖുർആന്റെ അവതരണം തന്നെ ഏറെ മഹത്വമുള്ളതാണ്. അപ്പൊ അല്ലാഹു നമുക്ക് നൽകുന്ന ഇത്തരം അവസരങ്ങളെ നാം ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നത് ലൈലത്തുൽ മുബാറക്, ഏറ്റവും അനുഗ്രഹമുള്ള രാത്രി, നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഓരോരുത്തരുടെ റിസ്ക്, അവരുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഈ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകരെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോ എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അല്ലേ? നമ്മുടെ നാടുകളിൽ ഓരോ പത്തിലും ഓരോ പ്രാർത്ഥനകൾ ഇങ്ങനെ കാണാം. അത് ഹദീസിൽ നമുക്ക് അത് കാണാൻ സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, സ്വർഗം ചോദിക്കാം, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഒന്നാമത്തെ 10 ഇന്ന പ്രാർത്ഥന, രണ്ടാമത്തെ 10 ഇന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങളും ലഘുലേഖകളും ഒക്കെ കാണും. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ പാപങ്ങളേറെ പൊറുക്കുന്നവനാണ്, മാത്രമല്ല നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്. എന്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് നീ മാപ്പ് നൽകണം. അള്ളാന്റെ ഏറ്റവും വലിയൊരു ഗുണമാണത്. അല്ലേ? അള്ളാഹുവിനോട് നമ്മൾ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമളാനിന്റെ അവസാനത്തിൽ, പ്രത്യേകിച്ച് ഒറ്റയായ രാത്രികളിൽ അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് പുറത്തു തരും. പലപ്പോഴും നമ്മൾ അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച്, നരകത്തെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അള്ളാഹുവിന്റെ ശിക്ഷയെക്കാളും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന വിശേഷണമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ. പ്രവാചകരെ, താങ്കൾ പ്രഖ്യാപിക്കണം, ജീവിതത്തിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകളെ, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. അവിടെ അള്ളാഹു പറഞ്ഞൊരു പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, ഖുർആൻ പല സ്ഥലത്തത് പറഞ്ഞിട്ടുണ്ട്. സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിന്മ നാം പ്രവർത്തിച്ചാൽ ആത്യന്തികമായി ആ തിന്മകൾ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ദോഷമുണ്ടെങ്കിലും ആത്യന്തികമായി നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷം. ഒരു വക്ത് നമസ്കാരം നമ്മൾ ഒഴിവാക്കിയാൽ അത് നാം നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അക്രമമാണ്. കാരണം എന്താ? നമ്മുടെ ശരീരത്തെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. നാം ചെയ്യുന്ന എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപം കൊണ്ടൊക്കെ നാം നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ,
നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തെ ഒരിക്കലും നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. അല്ലാഹു തആല പൊറുക്കാത്ത ഒരു പാപവുമില്ല. ഒരാൾ ശിർക്ക് ചെയ്താൽ ആ ചെയ്തത് ശിർക്കാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടാൽ മരണത്തിന് മുമ്പ് അയാൾ പശ്ചാത്താപിച്ചാൽ ആ ശിർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ ശിർക്കോട് കൂടി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും അല്ലാഹു അത് പൊറുക്കുകയില്ല. ശിർക്ക് ചെയ്തുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ച വഴിപാട് അർപ്പിച്ചുകൊണ്ട് ശിർക്കിലായിക്കൊണ്ട് ഒരാൾ മരിച്ചു പോയാൽ ഒരിക്കലും അവന്റെ ആ ശിർക്ക് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. എന്ന ഒരാളുടെ ജീവിതത്തിൽ അയാൾ ഒരുപാട് ശിർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ അയാൾക്ക് ബോധ്യപ്പെട്ടു ചെയ്തതൊക്കെ തെറ്റാണ്, ശിർക്കാണ്. അയാൾ മടങ്ങി, അയാൾ അല്ലാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചാൽ ശിർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഏതുവരെ? തന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ അവൻ പശ്ചാത്താപിച്ചാൽ ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് പരിശുദ്ധ റമളാൻ. റമളാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണ്, അഥവാ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസമാണ് വിശുദ്ധ റമളാൻ. ഇത്രയും വലിയൊരു അവസരം ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. ഈ റമളാൻ പൂർത്തീകരിക്കാൻ സാധിക്കുമോ നമുക്കറിയില്ല. അടുത്ത റമളാനിൽ ഞാനും നിങ്ങളും നമ്മിൽ എത്ര പേരുണ്ടാകുമെന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധ്യമല്ല. കഴിഞ്ഞ റമളാനിൽ നമ്മളോടൊപ്പം തറാവീഹ് നമസ്കരിച്ച, ഇതുപോലെ ക്ലാസുകളിൽ പങ്കെടുത്ത പല ആളുകളും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എത്ര ആളുകൾ ഹോസ്പിറ്റലുകളില്ല, ആലോചിച്ച് നോക്കി. അവർ മാത്രമല്ല, അവരെ നോക്കാൻ വേണ്ടി കുടുംബം ഹോസ്പിറ്റലുകളിൽ മാസങ്ങളോളം വർഷങ്ങളോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എത്ര അനുഗ്രഹമുള്ളവരാണ്. നമസ്കാരം കഴിഞ്ഞൊരൽപ്പസമയം വിശുദ്ധ ഖുർആനും ഹദീസും കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം ഇതാഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ല. അവർക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശ്വാസികളായതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ. ഫലസ്തീനിലെ വീഡിയോകളും വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകള്, പള്ളികൾ തകർക്കപ്പെടുന്നു, നമസ്കരിക്കാൻ പോലും സാധിക്കാതെ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും മുമ്പിൽ വെച്ചുകൊണ്ട്, അവരുടെ മയ്യത്തുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പിഞ്ചു പൈതങ്ങൾ കരയുന്ന വീഡിയോ നമ്മൾ കാണുന്നു. അല്ലാഹു അവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങളെ നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ആ അനുഗ്രഹങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു കളയാൻ പാടില്ല. ഏത് സമയത്താണ് നമ്മുടെ ആരോഗ്യത്തെ അല്ലാഹു തആല തിരിച്ചെടുക്കുക നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു അധ്യാപകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് അപകടം പറ്റിയതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വീണ്ടും കഴിഞ്ഞ 1-2 ആഴ്ചകളായി അദ്ദേഹത്തിന് വീണ്ടും അസുഖം മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലിന്റെയും കൈയിന്റെയും ഒക്കെ വിരലുകൾ മുറിച്ചു മാറ്റി. ഇനി കാലുകൾ മുറിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് അസുഖം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളും അത്തരമൊന്നും പ്രയാസങ്ങളില്ലാത്ത ആളുകളും ഒരേ രീതിയിലല്ല അള്ളാഹുവിന്റെ മുമ്പിൽ. നമുക്ക് അള്ളാഹു നൽകിയ അവസരങ്ങള് അത് ഉപയോഗപ്പെടുത്തുക. റമളാൻ എന്ന് പറയുന്നത് വലിയൊരു അവസരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി സ്വസ്ഥമായി സ്വർഗത്തിൽ പോകാൻ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 3 കാര്യങ്ങൾ സമാധാനമായി സ്വർഗത്തിലേക്ക് പോകാം. ഒന്നാമത് പറഞ്ഞത് അത്ഇമുത് തആം, നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ഇസ്ലാമിൽ. ഇസ്ലാം പറയുന്നത് ഭക്ഷണം കൊടുക്കുക എന്ന് മാത്രമല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ. മതനിഷേധികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ അള്ളാഹു ഇല്ല എന്ന് പറയുന്നവരെ കുറിച്ചല്ല അള്ളാഹ് പറഞ്ഞത് മതനിഷേധികൾ എന്ന് പറഞ്ഞത്. വലാ യഹുല്ലൂന അലാ തുആമിൽ മിസ്കീൻ,
പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്തവർ, ഒരു പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞോളുന്നുണ്ടാവില്ല, പക്ഷേ അതിനുള്ള പ്രോത്സാഹനം, അതിനുള്ള സംവിധാനങ്ങൾ, ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിടയിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിൽ ഒരു തൂക്കുപാത്രം പിടിച്ചുകൊണ്ട് ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകളുണ്ട്. പല സംഘടനകളും പൈസ പിരിച്ച് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ് ഭക്ഷണം ആളുകൾക്ക് നൽകുക എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് വസിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹം, കുടുംബബന്ധം മുറിക്കുന്നവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. അല്ലെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധം മുറിക്കുന്ന ആളുകൾ. മൂന്നാമതായി പറയുന്നത് വസല്ലൂ ബിൽ ലൈലി, രാത്രി നമസ്കരിക്കുക. വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ, അല്ലെ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകം മുഴുവൻ ഉറക്കിലാണ്. പല ആളുകളും എപ്പോഴാണ് ഉറങ്ങുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. രാത്രി മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ട് സിനിമയും സീരിയലും പാട്ടുകളും കേട്ട് ഇയർഫോൺ വെച്ച് അങ്ങനെ കടന്നു പോകുന്ന ആളുകൾ, അല്ലേ? അവർക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ വിശ്വാസികളായ ആളുകളെ കുറിച്ച് പറയുന്നത് വസല്ലൂ ബിൽ ലൈലി, അവരെ രാത്രി അവർ നമസ്കരിക്കും. ഒരു 3 റക്അത്തെങ്കിലും, അല്ല, ഒരു റക്അത്തെങ്കിലും അങ്ങനെ നമസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, ആ സമയത്തിന്റെ പ്രത്യേകതയായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് യൻസിലു റബ്ബുനാ ഇലസ് സമാഇ ദുനിയ, അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണത്. കുല്ല ലൈലത്തിൻ, ഓരോ രാത്രിയിലും, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാ രാത്രിയിലും അള്ളാഹു തആല ഇറങ്ങി വരും. അള്ളാഹുവിന്റെ അറക്കം എങ്ങനെയാണ് എന്നുള്ളത് അത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവിന്റെ മഹത്വത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, അള്ളാഹ് ചോദിക്കാം, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? എല്ലാവരും ഉറങ്ങിക്കിടക്കുക, ഒന്ന് എണീക്കുന്നില്ല. റമളാനാകുമ്പോൾ നമ്മളൊന്ന് എണീക്കും, ഒന്ന് ഒളൂ ചെയ്ത്. മാത്രമല്ല, ആ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന് കരുത്തുണ്ടാകും, അവന്റെ മുഖത്ത് ഈമാൻ ഉണ്ടാകും. കാരണം കുടുംബം ഉറങ്ങുകയാണ്, മക്കൾ ഉറങ്ങുകയാണ്, ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. ആരെയും കാണിക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി. ആ സമയത്തിന്റെ പ്രത്യേകത അതാണ്. ആ സമയത്ത് മാത്രമല്ല, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ, ഞാൻ അവന് പുറത്തു കൊടുക്കും. മാത്രമല്ല, ഹൽ മിൻ സാഇൻ ഫഉതീഹി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ അവർക്ക് കൊടുക്കുമെന്നാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് ചോദിക്കാനുണ്ട്. ഓരോ റമളാൻ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു തആല ഇന്ന ലില്ലാഹി ഉതഖാഉം മിനന്നാർ, നോമ്പിന്റെ ഓരോ രാത്രികളിലും അല്ലാഹു സുബ്ഹാനഹു തആല നരകാവകാശികളായ ആളുകളെ നരകത്തിൽ നിന്നും അല്ലാഹു മോചിപ്പിക്കുമെന്നാണ്. നരകത്തിൽ പോകുന്ന ഉറപ്പിച്ച ആളുകൾ, അവരെ അല്ലാഹു തആല മോചിപ്പിക്കും ഓരോ റമളാന്റെ രാത്രിയിലും. എത്ര രാത്രി നമുക്ക് കടന്നുപോയി, എന്തെങ്കിലും ആ രീതിയിലൊരു തേട്ടം, അള്ളാഹുവെ കത്തിയൊലിക്കുന്ന കത്തിയാവുന്ന തീ ജ്വാലയിൽ നിന്ന് റബ്ബേ നീ ഞങ്ങൾ രക്ഷപ്പെടുത്തേണമേ എന്ന് ആത്മാർത്ഥമായി രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. റമളാനിലെങ്കിലും ആ സമയത്ത് എണീക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് കഴിയണം. അള്ളാഹു പറയുന്നത് ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, നിങ്ങൾ ചോദിച്ചാൽ ആ ചോദിച്ച് ഞാൻ നൽകും. നമ്മുടെ കച്ചവടത്തിൽ നല്ല ബർക്കത്ത് വേണം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ്. നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ലോകം മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ചാൽ, ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകും. അല്ലാഹ് പറയാം, പക്ഷെ ആരുണ്ട് ചോദിക്കാൻ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തോട് പറഞ്ഞല്ലോ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ,
യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്ക് ആകാശലോകത്തിന് വെള്ളം നാം ഇറക്കിത്തരും. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ഇസ്തിഗ്ഫാറും മഴയും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചാൽ നമുക്ക് മഴ അള്ളാഹു നൽകും. വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, ചൂടുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം അല്ലേ? ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടി പല സംഘടനകളും വലിയ വാഹനങ്ങളിൽ ഓടുകയാണ്. കർണാടക പോലെയുള്ള സ്റ്റേറ്റുകളിൽ വെള്ളമില്ല. അവർക്ക് ഒരു 3, 4, 5 ബക്കറ്റ് വെള്ളമാണ് ഒരു ദിവസം ഉപയോഗിക്കാൻ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. വെള്ളം അള്ളാഹു നമുക്ക് നൽകും. എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു പറയുകയാണ്, യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശലോകത്തിന് വെള്ളം ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ, നിങ്ങൾക്ക് സമ്പത്ത് അല്ലാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്. ഇസ്തിഗ്ഫാർ തേടിയാൽ സമ്പത്ത് നൽകും, നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകും. അല്ലാഹ് പറയാം, നിങ്ങൾക്ക് മക്കളെ നൽകും. മക്കളെ മാത്രമല്ല, വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, ഇടതൂർന്ന തോട്ടങ്ങളും ജീവിതോപാധിയും നിങ്ങൾക്ക് ഞാൻ നൽകും. നിങ്ങൾ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ്, ആത്മാർത്ഥമായി റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം 70 മുതൽ 100 തവണ വരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. നബി ഒരു തെറ്റും ചെയ്തിട്ടല്ല, പക്ഷേ അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ദിക്റാണത്. ഇനി അത് മാത്രമല്ല, തൗബ, അള്ളാഹുവിലേക്ക് നാം ഖേദിച്ചു മടങ്ങണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ നാം ചെയ്തു പോയ പാപങ്ങൾ ഒരു പക്ഷേ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും. അള്ളാഹു അതൊരിക്കലും മറക്കുന്നില്ല. നാളെ പാരത്രികമായ ലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ് ഒരു തിന്മയെ കുറിച്ച്, നീ എന്തിനാണ് അത് പ്രവർത്തിച്ചത് എന്ന ഒരു ചോദ്യം ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നാൽ അവന് ശിക്ഷ ഉറപ്പാണ്. ഒരു തിന്മയെക്കുറിച്ച് അള്ളാഹ് ചോദിക്കുക, എന്തിനാണ് നീ അത് ചെയ്തത്, എന്ത് എന്ന ഒരു ചോദ്യം എന്നോടും നിങ്ങളോടും അള്ളാഹു ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പായി എന്നാണ്. വിചാരണയുടെ സമയത്ത് അപ്പൊ നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അത് കഴുകി കളയാൻ നമുക്ക് സാധിക്കണം. ഒരു തിന്മയും ചെയ്യാത്തവരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അവിടെ ഉപകരിക്കുകയില്ല. പാപസുരക്ഷിതമായ മനസ്സുമായി ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്ക് മാത്രമാണ് രക്ഷയുള്ളത്. അതുകൊണ്ട് പാപങ്ങൾ കഴുകിക്കളയാൻ ഒരുപാട് അവസരം അള്ളാഹു നമുക്ക് നൽകുകയാണ്. അതിലേറ്റവും വലിയ അവസരമാണ് ഈ വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാത്രികളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ മടങ്ങുകയും വേണം. അല്പസമയം നമ്മൾ ദീനിനു വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്പം നമ്മളൊന്ന് ഒഴിഞ്ഞിരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അള്ളാഹുവിന് ഓർത്ത് കരഞ്ഞ കണ്ണ്, അള്ളാഹുവിന് ഓർത്ത് കരഞ്ഞ കണ്ണൊരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്ത് പലപ്പോഴും നമുക്കതിന്റെ ആ ഒരു ബോധം, അതിന്റെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മൾ കരയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള 2 ചെരുപ്പുകളാണ്. അത് ഒരു മനുഷ്യൻ അണിഞ്ഞാൽ അവന്റെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്നാണ്. നരകത്തിലെ പാനീയത്തെ കുറിച്ച് പറഞ്ഞത്,
ആ പാനീയത്തില് ഒരു തുള്ളിയെങ്ങാനും ഈ ഭൂലോകത്തെ കുറ്റി വീണാൽ ഭൂലോകം മുഴുവൻ ദുർഗന്ധമാകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അവന്റെ തൊലി കരിഞ്ഞു പോകുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ തൊലി അവർക്ക് കൊടുക്കുമെന്നാണ്. ലിയദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി. അപ്പോ നരകത്തിലെ ചൂട് ഇവിടുത്തെ ചൂടിനേക്കാളും 69 ഇരട്ടി ചൂട് അല്ലേ. അല്ലാഹു ഒരാളെയും വെറുതെ ശിക്ഷിക്കുകയില്ല, ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല. ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ ഇന്നക മൻ തുദ്ഖിലുൻ നാർ ഫഖദ് അഖ്സൈതഹു, അല്ലാഹു നീ എങ്ങാനും ഒരാളെ നരകത്തിലെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ നിന്ദ്യൻ. കാരണം എന്താ? അത്രയും കൊല്ലവിടെ ജീവിക്കാൻ അവസരം കിട്ടി, ദീൻ പഠിക്കാൻ അവസരം കിട്ടി, അള്ളാഹു നൽകിയ വെള്ളം കുടിച്ച്, അള്ളാഹു നൽകിയ ഭക്ഷണം കഴിച്ച്, അള്ളാഹു നൽകിയ മുഴുവൻ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നരകത്തിലേക്ക് നീ പോയാൽ നിന്നെക്കാളും വലിയ നിന്ദ്യൻ ലോകത്തില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്തും നാളെ പരലോകത്തും എനിക്ക് നീ നന്മ നൽകണമേ. അത് മാത്രം പോരാ, വഖിനാ അദാബന്നാർ, നരക ശിക്ഷയിൽ റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നരകത്തെ തൊട്ട് എപ്പോഴും നമ്മൾ കാവലത്തേറണം. അല്ലാഹു റസൂൽ പറയാ, ഒരു മനുഷ്യൻ നരകത്തെ തൊട്ട് 3 പ്രാവശ്യം കാവലിനെ തേടിയാൽ നരകം നാളെ അള്ളാഹുവിനോട് പറയുമെന്നാണ്, റബ്ബേ ഇവനെ നീ നരകത്തിലിടരുത് എന്ന് നരകം പറയും. അപ്പൊ നമ്മൾ നരകത്തെ കുറിച്ച് കാവലിനെ തേടുമ്പോൾ 3 പ്രാവശ്യം അധികരിച്ച് പറയാം, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ നരകം നമുക്ക് വേണ്ടി ശുപാർശ പറയും. അതുപോലെ തന്നെ സ്വർഗം ചോദിക്കുമ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ നീ എനിക്ക് സ്വർഗം, അള്ളാഹുവിന്റെ സ്വർഗം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ സ്വർഗം പറയും, റബ്ബേ നീ ഇവനെ സ്വർഗത്തെ പ്രവേശിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറയുന്നത് നരകം നിങ്ങൾക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് ഈ ലൈലത്തുൽ ഖദർ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഈ രാത്രി, ആ രാത്രിയെ കുടുംബസമേതം അല്ലേ നമ്മളെ വീട്ടുകാരൊക്കെ വിളിച്ചോണ്ടണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മിന അശ്ശഹ്രി റമളാൻ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹാ. അവസാനത്തെ 10 ആയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകൾ പ്രവർത്തിക്കും, ദാനധർമ്മം ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ അവസാനത്തെ 10 ആയാൽ തന്റെ കുടുംബക്കാരെ വിളിച്ചോർത്തും അല്ലേ, ഭാര്യയും മക്കളും കുടുംബവും എല്ലാവരും, അവരെല്ലാവരും എണീപ്പിച്ച് നമസ്കരിക്കാൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ 10 ദിവസവും പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്ന നബിയുടെ ഭാര്യമാരുണ്ട്. അങ്ങനെ ആ പള്ളിയിൽ മറ്റുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആ രീതിയിൽ അല്ലാഹുവിലേക്ക് നാം മടങ്ങാൻ നാം സമയം കണ്ടെത്തണം. ഒരുപക്ഷെ ഇനി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അവസരം ലഭിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന ആ വർഷം 20 ദിവസമാണ് പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നത്. പക്ഷെ നമുക്കൊക്കെ റമളാന്റെ അവസാനത്തെ 10 തിരക്ക് കൂടുക അല്ലേ, ഡ്രസ്സ് എടുക്കാൻ പോകണം, അതുപോലെ തന്നെ പിന്നെ പെരുന്നാളിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആളുകൾ അശ്രദ്ധയിലാകുന്ന ഒരു സമയമാണത്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് ഒരല്പസമയം അള്ളാഹുവിന് വേണ്ടി ഒറ്റക്കിരിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തോട് യാത്ര പറയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. മരിക്കും അല്ലേ, നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു കടിഞ്ഞാണെന്ന് പറയുന്നത് നമ്മുടെ മരണമാണ്. ഏത് സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിക്കും. അത് അല്ലാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമായ സമയത്ത് നിശ്ചയിച്ചു വെച്ചു, നീ എവിടെ വെച്ച് എങ്ങനെ മരിക്കും. അല്ലാഹു നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്,
ഒരു മനുഷ്യനെ ഒരു സ്ഥലത്ത് വെച്ച് അല്ലാഹു തആല മരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഒരു ആവശ്യം അല്ലാഹു തആല അവിടേക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. അപ്പൊ അങ്ങാടിയിൽ വെച്ചാണ് നമ്മൾ മരണമെങ്കിൽ ആ അങ്ങാടിയിലേക്ക് നമ്മൾ എത്തും ഒരു ആവശ്യത്തിന് വേണ്ടി. പള്ളിയിൽ വെച്ചാണെങ്കിൽ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വരിക എന്ന ഒരു ആവശ്യത്തെ അള്ളാഹു മുന്നിൽ വെക്കും, അവിടേക്ക് നമ്മൾ എത്തും. റസൂലുള്ളാഹി പറയാ യതീറു, അവൻ പറന്നുകൊണ്ട് അവിടെ എത്തും. അവിടെ വെച്ചുകൊണ്ട് അവന്റെ റൂഹിനെ പിടിക്കും. നമുക്കറിയില്ല എവിടെ വെച്ച്, ഏത് ഭൂമിയിൽ വെച്ച്, എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നത് ഒരു ഐഡിയയും നമുക്ക് ആർക്കുമില്ല. പക്ഷേ ഏത് സമയത്തും മരണം നമ്മളെ പിടികൂടും. മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നമ്മുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി, മരിക്കുന്ന സമയത്ത് ആ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിക്കും. ആലോചിച്ച് നോക്കും, നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ആ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു അത്ഭുതമാണ് അത്! കൃത്യമായ ആ സമയത്ത്, അള്ളാഹു നിശ്ചയിച്ച സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ് അവസാനിക്കും, നമ്മുടെ ജീവിതം അവസാനിക്കും. അല്ലെ, പല രൂപത്തിലാണ് നമ്മുടെ മരണം സംഭവിക്കുക. ഇപ്പൊ ഈ അടുത്ത് എൻ്റെ നാട്ടിലുണ്ടായ ഒരു സംഭവം, ഒരു ടൈൽസിന്റെ വർക്കിന് പോകുന്ന ഒരാള് വീട്ടിൽ അല്ലറ ചില്ലറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർബിളോ ടൈലോ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബ്ലേഡ് വന്ന് അദ്ദേഹത്തിന്റെ ഈ കഴുത്തിലേക്ക് വന്ന് കണ്ടനാടി മുറിഞ്ഞ് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഒരിക്കലും ചിന്തിക്കാതെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, വീടിന്റെ മുകളിലെ റൂമില് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും താഴെയുണ്ട്. പക്ഷേ വാപ്പയെ കാണുന്നില്ല. പോയി നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയാണ്. ഒന്ന് വിളിക്കാൻ പോലും, ഖുർആൻ പറഞ്ഞല്ലോ, തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഒരു വസിയ്യത്ത് പോലും പറയാൻ കഴിയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, വാപ്പ ജോലിക്ക് പോയതാ. പക്ഷേ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത് മയ്യത്തുമായിട്ടാണ് ആളുകൾ വരുന്നത്. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയും, ഉറക്കം എന്ന് പറയുന്നത് മരണമാണ്. ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്, അള്ളാഹ് ബോധ്യപ്പെടുത്തുക. പിന്നെ എങ്ങനെ നമുക്കത് മറക്കാൻ കഴിയും? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഒരു മനുഷ്യന്റെ ആത്മാവിനെ അള്ളാഹു പിടിക്കുന്നത് എപ്പോഴാ? മരിക്കുന്ന സമയത്താണ് അള്ളാഹു പിടിക്കുന്നത്. അതല്ലാത്ത ആളുകളുടെ റൂഹിനെ പിടിക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മരണമാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് രാവിലെ അള്ളാഹു തആല ആത്മാവ് വിട്ടുകൊടുക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു, അതുകൊണ്ടാണ് എണീക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. വലിയൊരു പ്രാർത്ഥനയാണത്. എന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവരെന്നല്ല, എന്നെ മരണത്തിൽ നിന്നും എന്നെ ജീവിപ്പിച്ചവനായ റബ്ബ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ മരിക്കുന്നുണ്ട്. എത്രയെത്ര മയ്യത്തുകൾ നമ്മൾ കണ്ടു, എത്ര മയ്യത്തുകൾ നമ്മൾ കബറടക്കിയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരമാവധി നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയണം. കാരണം അണുമണിത്തൂക്കം നന്മ നിങ്ങൾ ചെയ്താൽ അത് അവിടെ കാണും. അണുമണിത്തൂക്കം അല്ലേ, നമ്മൾ സാധാരണ പറയും ഒരു കടുകുമണിയോളം നന്മ നിങ്ങൾ ചെയ്താൽ. എത്രത്തോളം എന്ന് വെച്ചാൽ തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്. റമളാൻ അല്ലാത്ത കാലത്ത്, റമളാനിലാണെങ്കിലോ ഈ പറയുന്നത് പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രതിഫലം. ഒരൊറ്റ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലം പറഞ്ഞത് ഇല്ലാ ബഅദല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ മുഖത്തെ അകറ്റും നരകത്തിൽ നിന്ന് 70 ഹരീഫ, 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തെ അല്ലാഹു തആല അകറ്റിക്കളയും ഒരൊറ്റ നോമ്പ് കൊണ്ട്. നോമ്പെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരാധനകൾ പോലെയല്ല. നമുക്ക് ഹലാലായതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഹലാലായത് പോലും നാം ഉപയോഗിക്കുന്നില്ല. അള്ളാഹ് പറയാ, ഒരൊറ്റ നോമ്പിന്റെ പ്രതിഫലം നിന്റെ മുഖത്തെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നും അല്ലാഹു തആല അകറ്റിക്കളയും. അതുകൊണ്ട് നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമുക്കൊക്കെ ഒരു വലിയ ബാധ്യതയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു വലിയ ബാധ്യതയുണ്ട്. ഈ ലോകത്ത് എന്താണ് നമ്മുടെ ബാധ്യത എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ നിങ്ങളുടെ തടി നരകത്തിന് രക്ഷപ്പെടുത്തണം. നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി നമ്മുടെ തടി രക്ഷപ്പെടുത്തുക. നമ്മുടെ ആരാധനകൾ, നമ്മുടെ ജമാഅത്ത്, നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ, മാതാപിതാക്കളുമായുള്ള ബന്ധം, കച്ചവടം, നമ്മുടെ തടി നമ്മൾ ആദ്യം രക്ഷപ്പെടുത്തണം. അതിനെന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമോ? നരകത്തെക്കുറിച്ച് ചിന്തിച്ച് ആലോചിച്ചാൽ നമ്മൾ അറിയാതെ സുബഹിക്ക് എഴുന്നേൽക്കും.
അല്ലേ? അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുക. കാരണം എന്താ? നമ്മെ രക്ഷപ്പെടുത്താൻ വേറെ ഒരാളും വരില്ല. രണ്ടാമത്തെ ബാധ്യത ഖുർആൻ പറയുന്നത് നമ്മുടെ കീഴിൽ ജീവിക്കുന്ന പാവങ്ങളായ സാധുക്കളായ ആളുകളുണ്ട്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, അവരൊക്കെ ജീവിതത്തിന്റെ അടിച്ചുപൊളിയിലാണ്, അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. ഇവിടെ ജീവിക്കാൻ പ്രയാസപ്പെട്ടത് കൊണ്ട് ഗൾഫിൽ പോയി ചൂട് സഹിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. എന്തിനാ? മക്കൾക്ക് വേണ്ടി. പക്ഷേ ആ മക്കളെ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കി മാറ്റാൻ പാടില്ല. അവരെ നമസ്കാരം, അവരുടെ ആരാധനകള്, അവരുടെ ജീവിതം, മക്കളുടെ കൂട്ടുകെട്ട് ബന്ധങ്ങള് ഇന്ന് വലിയ വലിയ അപകടത്തിലേക്ക് എത്തുകയാണ്. ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകുന്ന മക്കള്, അതുപോലെ തന്നെ സകല തോന്നിവാസങ്ങളിലേക്കും പോകുന്ന മക്കള്, അവരെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അമാനത്താണ്. ആ അമാനത്തിനെ കുറിച്ച് റബ്ബ് ചോദിക്കും. അതുകൊണ്ട് പറയേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടും അവർ വഴിതെറ്റി പോവുകയാണെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ രക്ഷപ്പെടും. നമ്മൾ പറയണം. നമ്മുടെ ബാധ്യതകൾ നമ്മൾ കൃത്യമായി ചെയ്താൽ റബ്ബിന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. കാരണം നരകത്തിലെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. ആ നരകത്തിൽ നമ്മൾ രക്ഷപ്പെടണം. അതിനുവേണ്ടി നമുക്ക് എന്തല്ല റസൂലുള്ള പറഞ്ഞല്ലോ, നീ ഒരു കാലക്കയുടെ ചീള കൊണ്ടെങ്കിലും നരകത്തെ തൊട്ട് നീ കാവലിനെ തേടണം. അതിന് ഒരൽപ്പം ഉറക്കമൊഴിക്കേണ്ടി വന്നാൽ ഉറക്കമൊഴിക്കണം. ചൂടുകൊള്ളേണ്ടി വന്നാൽ ചൂടുകൊള്ളാൻ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. പരുഷ സ്വഭാവക്കാരായ അള്ളാഹുവിന്റെ മാലാഖമാർ കാവൽ നിൽക്കുന്ന ആ രംഗം അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നന്മകൾ കൊണ്ട് മാത്രമേ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞാലും ഈ ലോകം അവസാനിച്ചാലും അവസാനിക്കാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ കർമ്മങ്ങൾ മാത്രമാണ്. നന്മയാവട്ടെ തിന്മയാവട്ടെ, അത് കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയുണ്ട്. നമ്മൾ മണ്ണോട് ചേർന്ന് പോയാലും നശിക്കാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ നന്മകളും തിന്മകളുമാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും, ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ. നീ നിന്റെ ഗ്രന്ഥം നീ തന്നെ ഒന്ന് വായിച്ചു നോക്ക്, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പരാജയപ്പെടരുത്. നമ്മൾ ബുദ്ധിയുള്ളവരാണ്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോ അതിന്റെ കമ്പനിയും അതിന്റെ ബ്രാൻഡും ഒക്കെ നോക്കുന്നവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് അടിസ്ഥാനമുണ്ടാകണം. വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്യുക. ധാരാളം ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും മാതാപിതാക്കളും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ റഹ്മാനായ റബ്ബ് നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ്റെ അയൽവാസികളായ 2 സുഹൃത്തുക്കൾ, ഒരാള് കിഡ്നി പേഷ്യൻ്റ് ആണ്. ആഴ്ചയിൽ 3 തവണ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. മറ്റൊരാള് ഷുഗർ പേഷ്യൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വിരലുകളൊക്കെ മുറിച്ചു മാറ്റി. വലിയ അവരൊക്കെ അധ്വാനിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷെ അവരുടെ അധ്വാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലുള്ള ആളുകളും ഒക്കെ എന്തെങ്കിലും കളക്ഷൻ എടുത്തുകൊണ്ടാണ് അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 സഹോദരങ്ങൾക്കും അസുഖങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ കളക്ഷൻ ആ 2 ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ട് നാഥ എല്ലാം വിട്ട് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. നാഥ, നിന്നെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, അന്ത്യ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ലോകത്തെ നാനാഭാഗങ്ങളിലും ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. പ്രത്യേകിച്ച് ഫലസ്തീനിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് ആശ്വാസവും സമാധാനവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, അന്ത്യ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറയാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته